ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയുടെ അടുത്ത് അച്ചമ്മ ചോദിക്കും, നിനക്ക് ഉറക്കക്ഷീണമല്ല മറ്റെന്തോ പ്രശ്നമുണ്ട്, നീ അച്ചമ്മയോട് പറയടാ എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി ഒന്നുമില്ല അച്ചമ്മയെന്ന് പറയണേ. അപ്പോൾ നീ പറയണ്ട, ഞാൻ രവതി മോളോട് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ആ സമയത്ത് നമ്മുടെ രവി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഇവരുടെ വണ്ടി വരുന്നത് കാണുമ്പോഴേക്കും വെച്ചിട്ട് അമ്മയെ ചെന്ന് കെട്ടിപ്പിടിക്കാനിട്ട് രവി. എന്നിട്ട് 100-200 വർഷം കൂടി ഇനിയും ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പിറന്നാൾ ആശംസകൾ നേരുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചി പറയും, 100-200 വർഷമല്ല അച്ഛ, 1000 വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛമ്മ ചോദിക്കും, അതിന് ഞാൻ എന്താടാ ആൽമരാണോ? അതെ അമ്മേ, ഈ വീടിന്റെ ആൽമരാണ് അമ്മ എന്ന് പറയാൻ കേട്ടോ രവി. എന്നിട്ട് അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അവിടെ എത്തുന്ന അച്ഛമ്മ അവിടുത്തെ ആ അലങ്കാര പണികളൊക്കെ കാണുമ്പോൾ, ആഹാ എന്തു ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കണേ, എന്തിനാടാ ഇതൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ നമ്മുടെ രവി പറയും, അമ്മയുടെ 80ാം പിറന്നാളല്ലേ, അപ്പൊ ഒന്ന് ആഘോഷമാക്കട്ടെ എന്ന് വെച്ചു. എനിക്ക് വിഷുവിനെയും ഓണത്തിനേക്കാളും വലുത് അമ്മയുടെ പിറന്നാളാണെന്ന് പറയണേ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയും, ഓ എന്റെ പിറന്നാളൊന്നും ഇത്ര വലിയ ആഘോഷമാക്കാറില്ല ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛമ്മ പറയും, അതെ എന്റെ പിറന്നാളിന് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയേണ്ട കാര്യമില്ല, അവർക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അവരത് ചെയ്തിരിക്കും, സ്നേഹം അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ, നമ്മൾ എന്തും കൊടുക്കുന്നതേ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ചന്ദ്രയുടെ മുഖം അങ്ങ് മാറുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ വർഷ വന്നിട്ട് ചോദിക്കും, ഓ എന്താ ഒരു സുന്ദരി, അച്ചമ്മയുടെ ബ്യൂട്ടിയുടെ സീക്രറ്റ് എന്തായിരിക്കുവേ? ആ സമയത്ത് അച്ചമ്മ ചോദിക്കും, എടാ ശ്രീകാന്തേ, ഇവളെന്താ ഈ പറയുന്നേ, അച്ചമ്മയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താന്നാ? ഓ അതൊന്നുമില്ല മക്കളെ, മനസ്സിലെ നന്മയും സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ അത് മുഖത്ത് പ്രതിഫലിക്കും, അതായിരിക്കും ഈ രഹസ്യം. പിന്നെ ചുറുചുറുക്ക്, അത് ഞാൻ ഇവിടുത്തെ ചന്ദ്രയെ പോലെ അമ്മിക്കുട്ടിയായിട്ട് അവിടെ ഇരിക്കല്ല, രാവിലെ നേരത്തെ എണീറ്റ് അന്തി വരെ പണിയെടുക്കും, അതിൻ്റെതായി ഈ ചുറുചുറുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, അച്ചമ്മയുടെ കാലത്തൊക്കെ എൻ്റെ അവസ്ഥ എന്താണാവോ, എണീച്ച് നടക്കാൻ കൂടിയും പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ചമ്മ പറയും, എൻ്റെ പോലത്തെ മനസ്സ് തന്നെയല്ലേ നിനക്ക്, അതുകൊണ്ട് എന്നെ പോലെ തന്നെ ആയിരിക്കും നീയും എന്ന് പറയാൻ കേട്ടോ. അപ്പൊ രവി പറയുന്നുണ്ട്, ഇവരൊക്കെ അമ്മയ്ക്ക് ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അച്ചമ്മ പറയും, നിങ്ങൾക്കും ഞാനൊരു സമ്മാനം വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും സുധി, ആണോ അച്ചമ്മേ, പൈസയാണോ എന്ന് ചോദിക്കണേ. അപ്പോഴേക്കും എല്ലാവരും കൂടി, ഓ അവന്റെ ഒരു പൈസ എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. എല്ലാവർക്കും സമ്മാനം തരുമോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മ പറയും, നിങ്ങളെല്ലാവരും എനിക്ക് സമ്മാനം തരുമല്ലോ, അപ്പോൾ അതിൽ എനിക്ക് എന്താണോ എൻ്റെ മനസ്സിനെ കീഴടക്കാൻ പ്രാപ്തിയുള്ളത് അവർക്കായിരിക്കും ആ സമ്മാനം എന്ന് പറയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സുധി പറയും, ഓ എങ്കിൽ പിന്നെ അത് എനിക്ക് തന്നെ എന്ന് പറഞ്ഞ് നിൽക്കുവാണേ. ഇത് കേൾക്കുന്ന ചന്ദ്ര പറയും, അമ്മേ എന്താ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയും, അതെ ഞാൻ കൊടുക്കുമ്പോൾ കണ്ടാൽ മതി, നിങ്ങളെല്ലാവരും എനിക്ക് ഗിഫ്റ്റ് തരുമല്ലോ, അത് കണ്ടാ എനിക്ക് മനസ്സിലാവും നിങ്ങളൊക്കെ എന്നെ എത്രത്തോളം മനസ്സിലാക്കിയെന്ന്, അതിലെ നല്ല ആൾക്ക് ഞാൻ ആ സമ്മാനം കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രവി പറയും, അമ്മ പണ്ടേ ഇങ്ങനെയാണ്, ഒരു മത്സരം വെക്കും, അതിലൊരു വിജയെ കണ്ടെത്തും, അത് പണ്ട് തൊട്ടേയുള്ള ശീല എന്ന് പറയണേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചി ആണെങ്കിൽ ഒരു ഭാഗത്ത് പോയിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ രേവതി ഇങ്ങനെ വന്ന് സച്ചിയെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ രേവതി വന്നിട്ട് ചോദിക്കുക, സച്ചേട്ടൻ എന്താ ആലോചിച്ച് നിൽക്കുന്നതെന്ന്. അല്ല അച്ചമ്മയുടെ ഗിഫ്റ്റ് നമുക്ക് കിട്ടില്ല എന്നാ തോന്നുന്ന രേവതി, നമ്മൾ അതിന് മാത്രം ഒന്നും മേടിച്ച് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, നമുക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷെ അച്ചമ്മയുടെ സ്നേഹം മാത്രം മതി എന്ന് പറയണേ. അത് അച്ചമ്മ വാരിക്കോരി തരുന്നുണ്ടല്ലോ. ആ പോട്ടെ എങ്കിൽ ഞാൻ പോയിട്ട് വരാം രേവതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ നമ്മുടെ രേവതി പറയും, ഇന്ന് പുറത്തേക്ക് പോകേണ്ട സച്ചിയേട്ടാ, ഇവിടെ ഇരിക്കും, നല്ല ദിവസമല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സച്ചി പറയും, ഇവിടെ ഇരുന്നാൽ എൻ്റെ ക്ഷമ നശിക്കും, സ്വർണം മാറ്റിയത് ആരാന്നൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞു പോവും എന്ന് പറയുമ്പോൾ രേവതി പറയും, അച്ചമ്മയുടെ സന്തോഷം കണ്ടില്ലേ, അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാവോ, ഞാൻ പോവാ രേവതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോവാട്ടോ.